ഈ അമ്പലങ്ങളിൽ പോയി എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത്? എന്തിനാണ് രാഷ്ട്രീയം കലർത്തുന്നത്? നമ്മളെല്ലാവരും RSSനെതിർക്കുകയല്ലേ? RSS എങ്ങനെ ഗണഗീതങ്ങൾ പാടുകയും അമ്പലങ്ങളിൽ പോയിട്ട് മാർച്ച് നടത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ CPM ഇറങ്ങിയിരിക്കുകയാണ് പല സ്ഥലത്തും. ഇപ്പോൾ ഇന്നലെ ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം ഉണ്ടായി. കടക്കൽ ക്ഷേത്രത്തിൽ, ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൽ അവർ കൊണ്ടുവന്ന് ഗാനമേള നടത്തി. ഗാനമേള ഏതാ? പുഷ്പനെ അറിയാമോ എന്നാണ്. ആ പുഷ്പനെ അറിയാമോ? ലാൽ സലാം സഖാക്കളെ എന്ന് പാടുകയാണ്. പാടുമ്പോൾ അമ്പലത്തിലെ സ്റ്റേജിലെ വീഡിയോ വാളിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം DYFI CPM. ഇതെന്ത് നാടാണിത്? ഇങ്ങനെയാണ് ഇവർ. ഞാൻ പറഞ്ഞു, ഇവർക്ക് BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവിടെ വന്നൊരു സംഘർഷം നടത്തി BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അമ്പലത്തിൽ പോയി ഇത് ചെയ്യാമോ? ഏതെങ്കിലും ദേവാലയത്തിൽ പോയി, ആരുടെയെങ്കിലും ദേവാലയത്തിൽ പോയി ഇത് ചെയ്യാമോ? അപ്പോൾ എന്തും ചെയ്യാൻ മടിക്കാത്ത, ഇന്നലെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ്. നാട്ടുകാരുടെ പൈസ പിരിച്ചെടുത്തിട്ടാണ് ഇതുപോലത്തെ ഗാനമേള നടത്തി പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുന്നത് ഭക്തജനങ്ങളോടെ. അവരെന്ത് പഴിച്ചു? ഇതാണ് നടക്കുന്നത്. ഇതൊക്കെ ഈ എന്തും ചെയ്യാമെന്നുള്ള അഹങ്കാരം തലയ്ക്ക് പിടിച്ചതിൻ്റെ ഭാഗമാണ്. അണികളെ കയറൂരി വിട്ടിരിക്കുകയാണ്, ഒരു നിയന്ത്രണമില്ലാതെ. എന്തും ചെയ്യും CPM അണികൾ എന്ന സ്ഥിതിയാണ് കേരളത്തിൽ. ഇതുപോലത്തെ ഒരു സംഘർഷമാണ്. തെയ്യം അകത്തേക്ക് കിടക്കുന്ന സമയത്ത് ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുമ്പിൽ പോയി ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുക. അത് വിളിക്കാൻ പറ്റി എത്ര സ്ഥലം വേറെയുണ്ട്? അമ്പലത്തിലെ തെയ്യം അകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് തെയ്യത്തിന് അഭിവാദ്യം ചെയ്യണത്. ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എവിടെയെല്ലാം ക്രിമിനലുകളുടെ സംഘമായി ഇവർ മാറിയിരിക്കുക. എവിടെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, പൊളിറ്റിക്കൽ പേട്രണേജാണ്. ലഹരി മരുന്ന് മാഫിയ സംഘങ്ങൾക്ക് അവർക്കെല്ലാം പിന്തുണ കൊടുക്കുന്നത് ഇവരാണ്. അപ്പോൾ ഇത് കേരളത്തിൽ ആവർത്തിച്ചുകൂടാ. ഇത് പോലീസിൻ്റെ ആത്മവീര്യം തകർന്നു പോകുന്ന, അവർക്ക് ജോലി ചെയ്യാൻ മടി തോന്നുന്ന സംഭവമാണ്. അക്ഷരാർത്ഥത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് വേണ്ട നടപടികളെടുക്കുകയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ട്രാൻസ്ഫർ പിൻവലിച്ച് അവർക്ക് പിന്തുണ കൊടുക്കുകയുമാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതുതന്നെയാണ് വിഷയം. ബഹുമാനപ്പെട്ട പൊതുശ്രോതാവ് പറഞ്ഞ പോലെ നിയമവാഴ്ച, പോലീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതാണ് ഇവിടുത്തെ പോയിന്റ്. നഗ്നമായ ഒരു രാഷ്ട്രീയ ഇടപെടൽ, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആരോപണം വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മുഴുവൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കർശനമായ നടപടി വന്നാൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. മയക്കുമരുന്നായാലും കൊലപാതകങ്ങളായാലും പ്രശ്നങ്ങളായാലും ഒക്കെ. പക്ഷെ എല്ലാത്തിലും രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്നുള്ളതിൻ്റെ. തലശ്ശേരിയിൽ ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ നടപടിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റമുണ്ടായി. അത് ഇന്ന് റൂൾ 50 പ്രകാരം ഉപക്ഷേപമായി അത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷം അനുമതി തേടുന്നു. എന്നാൽ സബ്മിഷനായി അവതരിപ്പിക്കാമെന്നതാണ് സ്പീക്കർ സ്വീകരിച്ച നിലപാട്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പിന്നീട് അവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നിലവിൽ ഏത് തരത്തിലാണ് പലപ്പോഴും പോലീസ് പ്രതിരോധത്തിലാകുന്നത് എന്നതിൽ ആഭ്യന്തര വകുപ്പിന് വിമർശനം ഉന്നയിക്കുകയായിരുന്നു.